ജയ് മാതാ. ചരണം ശരണം രമാംബികേ, ചരണം ശരണം ത്രയംബകേ. സ്വയം മനസ്സിലാക്കാനും സംതൃപ്തി കണ്ടെത്താനുമുള്ള മനുഷ്യൻ്റെ അന്വേഷണം പലപ്പോഴും നമ്മെ എത്തിക്കുന്നത് ഒരു അടിസ്ഥാന സത്യത്തിലാണ്. നാം കേവലം ബൗദ്ധിക പരിമിതികളിൽ അധിഷ്ഠിതമായ ശരീരങ്ങൾ മാത്രമല്ല, മറിച്ച് സാർവത്രികമായ ഒരു സമഗ്ര ചൈതന്യത്തിൻ്റെ പ്രതിഫലനങ്ങളാണ്. ഊർജ്ജസ്വലമായ ഒരു വ്യവസ്ഥയായി നമ്മെ തന്നെ കാണുമ്പോൾ ഉദ്ദേശപൂർണമായ ചിന്തകളിലൂടെയും വികാരങ്ങളിലൂടെയും പോസിറ്റീവ് അനുഭവങ്ങളെ ആകർഷിക്കാൻ സാധിക്കുമെന്ന് ആധുനിക കാഴ്ചപ്പാടുകൾ വ്യക്തമാക്കുന്നു. ഈ ആശയങ്ങളെ ശ്രീ രമാദേവി അമ്മയുടെ തത്വങ്ങളുമായി ബന്ധിപ്പിക്കുമ്പോൾ ഊർജ നിയന്ത്രണം എന്നത് കേവലം വ്യക്തിപരമായ നേട്ടങ്ങൾക്കപ്പുറം ഭക്തിനിർഭരമായ ആത്മീയ യാത്രയായി മാറുന്നു. ശ്രദ്ധ എവിടെയാണോ അങ്ങോട്ട് ഊർജമൊഴുകുന്നു എന്നാണ് ആധുനിക തത്വങ്ങൾ പറയുന്നത്. ചിന്തകളെയും വികാരങ്ങളെയും നിരന്തരം നിരീക്ഷിക്കാനും പോസിറ്റീവാക്കാനും ഇത് ആവശ്യപ്പെടുന്നു. അമ്മയുടെ ആത്മീയ കാഴ്ചപ്പാടിൽ ഇത് കേവലം മാനസിക നിയന്ത്രണമല്ല, മറിച്ച് അതീവ ജാഗ്രതയോടെയുള്ള ആത്മീയ സാധനയാണ്. മനസ്സ് ഭൗതിക ആഗ്രഹങ്ങളിലേക്ക് അലയുമ്പോൾ അത് വിഭജിക്കപ്പെടുകയും മായയിൽ കുടുങ്ങുകയും ചെയ്യുന്നു എന്നമ്മ പഠിപ്പിച്ചു. ബോധപൂർവമായ ശ്രദ്ധ നിലനിർത്തുന്നതിലൂടെ വ്യക്തി അഹങ്കാരത്തിൽ നിന്ന് മാറി ഉയർന്ന ദിവ്യബോധത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ആത്മവിചാരത്തിലൂടെയും ഭക്തിയിലൂടെയും നിഷേധാത്മക ഊർജങ്ങളെ ശുദ്ധീകരിക്കാൻ ഇതിലൂടെ സാധിക്കുന്നു. ഒരാളുടെ വ്യക്തിത്വമാണ് അയാളുടെ യാഥാർത്ഥ്യത്തെ സൃഷ്ടിക്കുന്നത് എന്ന ആശയം കർമ്മത്തെക്കുറിച്ചുള്ള അമ്മയുടെ ദർശനങ്ങളുമായി ചേർന്നു നിൽക്കുന്നു. മനസ്സില്ലാതെയുള്ള ജീവിതം മുൻകാല കർമ്മങ്ങളുടെയും സംസ്കാരങ്ങളുടെയും പ്രതിഫലനമാണ്. ഈ കർമ്മചക്രത്തെ മറികടക്കാൻ ഒരു പുതിയ വ്യക്തിത്വം രൂപപ്പെടുത്തണമെന്ന് ആധുനിക സങ്കല്പം പറയുന്നു. എന്നാൽ അമ്മയുടെ കാഴ്ചപ്പാടിൽ വ്യാജമായ അഹങ്കാരത്തെ വെടിഞ്ഞ് ഉള്ളിലെ ദിവ്യത്വത്തെ പുറത്തെടുക്കുകയാണ് വേണ്ടത്. സ്വാർത്ഥ ആഗ്രഹങ്ങൾക്കായി പുതിയൊരു മനോഭാവം ഉണ്ടാക്കുന്നതിന് പകരം നിഷ്കാമമായ സ്നേഹം, ശുദ്ധി, സേവനം എന്നിവയിലൂടെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്താൻ അമ്മ ആഹ്വാനം ചെയ്തു. ആന്തരിക വൈബ്രേഷനുകളെ മാറ്റിയെടുക്കാൻ അഫർമേഷനുകൾ, ധ്യാനം, ഊർജ്ജ സംരക്ഷണം എന്നിവ നിർദ്ദേശിക്കപ്പെടുന്നു. അമ്മയും ഇതിന് സമാനമായി നാമജപം, ധ്യാനം, ധാർമ്മിക ശുദ്ധി എന്നിവയിൽ അധിഷ്ഠിതമായ ആത്മീയ ജീവിത രീതിക്ക് പ്രാധാന്യം നൽകി. അമ്മയുടെ ദർശനത്തിൽ ധ്യാനം എന്നത് കേവലം മനോനിയന്ത്രണമല്ല, മറിച്ച് അത് സത്യത്തിൻ്റെ ദിവ്യപ്രകാശം ഹൃദയത്തിൽ തെളിയാനുള്ള മാർഗമാണ്. പോസിറ്റീവ് ചിന്തകൾ എന്നാൽ ഈശ്വരസ്മരണ തന്നെയാണ്. സത്സംഗത്തിലൂടെയും മാനസിക ശുദ്ധിയിലൂടെയും നെഗറ്റീവ് ഊർജങ്ങളിൽ നിന്ന് സ്വയം സംരക്ഷിക്കാൻ സാധിക്കും. ബാഹ്യമായ പ്രവൃത്തികളേക്കാൾ കൂടുതൽ ആന്തരിക അവസ്ഥയ്ക്കാണ് ആത്മീയമായ ഉന്നതിയിൽ പ്രാധാന്യമുള്ളത്. ആന്തരിക ശുദ്ധിയില്ലാത്ത ബാഹ്യപ്രവർത്തികൾ അപൂർണമാണെന്ന് അമ്മ കൂടെ കൂടെ ഓർമ്മിപ്പിച്ചിരുന്നു. മാറ്റം എന്നത് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് സംഭവിക്കേണ്ട ഒന്നാണ്. ഒരു വ്യക്തി താൻ ദിവ്യ ചൈതന്യത്തിൻ്റെ ഭാഗമാണെന്ന പൂർണ്ണ ബോധത്തിൽ നിലകൊള്ളുമ്പോൾ അയാളുടെ പ്രവർത്തികൾ സ്വാഭാവികമായും സന്മനോഭാവമുള്ളതായി മാറും. പ്രപഞ്ചം നിങ്ങളുടെ ഊർജത്തോടൊപ്പം നിൽക്കുക മാത്രമല്ല, നിങ്ങളുടെ ആത്മാവിൻ്റെ ആനന്ദത്തെ അത് പ്രതിഫലിപ്പിക്കുകയും ചെയ്യും. ആധുനിക ആത്മീയ തത്വങ്ങളെ ശ്രീ രമാദേവി അമ്മയുടെ ദർശനങ്ങളുമായി സമന്വയിപ്പിക്കുമ്പോൾ ജീവിതത്തിൻ്റെ ലക്ഷ്യം ഭൗതിക ആഗ്രഹങ്ങൾ നേടിയെടുക്കുന്നതിൽ നിന്ന് ആത്മസാക്ഷാത്കാരത്തിലേക്ക് ഉയരുന്നു. നമ്മുടെ ആന്തരിക ഊർജത്തെ തിരിച്ചറിഞ്ഞ് കർമ്മബന്ധങ്ങളെ മറികടന്ന് പൂർണ്ണമായ ആത്മബോധത്തിൽ ജീവിക്കുന്നതിലൂടെ നാം മികച്ച സാഹചര്യങ്ങളെ ആകർഷിക്കുക മാത്രമല്ല, നമ്മൾ തന്നെയാണ് ആ നിത്യമായ ദിവ്യപ്രകാശം എന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നു. ചരണം ശരണം രമാംബികേ, ചരണം ശരണം ത്രയംബകേ. ജയ് മാതാ.